സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വാങ്ങിയ യുവാവിന് തിഹാർ ജയിലിൽ കഴിയേണ്ടി വന്നത് 35 ദിവസം. വർഷങ്ങളായി ഇടുക്കി നെടുങ്കണ്ടത്ത് താമസിക്കുന്ന ചെന്നൈ സ്വദേശി ഷമീമാണ് ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഡൽഹി സ്വദേശിയായ യുവതിയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കേസ്. കഴിഞ്ഞ നവംബർ 22-ന് നെടുങ്കണ്ടത്ത് നിന്നാണ് ഡൽഹി പോലീസ് ഷമീമിനെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ സുഹൃത്താണ് ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കേസിൽ ഡൽഹി സ്വദേശി മാനവ് വിഹാരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷമീം വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് മൊബൈലിന്റെ IP അഡ്രസ്സിൽ നിന്നാണ് സന്ദേശം അയച്ചതെങ്കിലും ഫോറൻസിക് പരിശോധനയിൽ തെളിവുകളൊന്നും ലഭിച്ചില്ല. ഷമീമിന് ഒന്നാം പ്രതിയുമായോ പെൺകുട്ടിയുമായോ ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായില്ല. ഇതോടെയാണ് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അപേക്ഷ നൽകിയത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് പഴയ ഓണറിനോട് പോയി നമ്മൾ ജോലി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല, ജോലി ഒന്നും തരുന്നില്ല, വേറെ ഒന്നും കൂടുതൽ സംസാരിക്കണ്ട, ഇപ്പോൾ വിട്ടു പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ നാട്ടുകാർ അതും ഇതും പറയാൻ തുടങ്ങി. ഇവൻ വന്നിട്ട് റേപ്പിംഗ് കേസിലാണ് ഇവനെ കൊണ്ടുപോയത്, ഇവൻ പെണ്ണെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി, ഇവൻ പൈസ തട്ടിപ്പുകാരനാണ്, ഇവൻ അങ്ങനെയാ മറ്റേതാ മറിച്ചാന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. ഷമീമിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ IP അഡ്രസ് ഉപയോഗിച്ച് സന്ദേശം അയച്ചത് ആരെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജനുവരി 10-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതി കുറ്റവിമുക്തനാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷമീം. അഭിഭാഷകരായ ബിജു പി രാമനും ജോൺ തോമസ് അറയ്ക്കലുമാണ് ഷമീമിനായി കോടതിയിൽ ഹാജരായത്. മീഡിയ 1 ഇടുക്കി.